ഇന്നലെ ഇട്ട വീഡിയോയിലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് ചെലവുകളൊന്നുമില്ല, ഫുള്ള് പൈസ സേവിങ് ആണ്. അല്ല, പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്. നിങ്ങൾ പറയുന്നതായിട്ട് ഞാൻ എഗ്രി ചെയ്യുന്നില്ല. കാരണം എനിക്ക് 2300 സാലറി ഉണ്ട്. നമ്മൾ പറയാട്ടോ, ഇപ്പൊ ഞാൻ അതിനകത്ത് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറയാം, നമ്മള് ചെലവുകൾ ഇങ്ങനെയാണ്, മനസ്സിലായോ? ഇപ്പൊ ഇന്ന് ഈ ചെടിയാണെങ്കിൽ നാളെ വേറൊരു സാധനം പഠിക്കും. ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോ നമുക്ക് ഇഷ്ടപ്പെട്ടതിന് പുറകെ നമ്മൾ പോകുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയത് കേട്ടോ. എവിടെയാ വന്നേക്കുന്നേ? നാസ്തിയ. ഓക്കെ, ടോയ് ഷോപ്പിൽ വന്നേക്കുവാണ്. അപ്പം നമുക്ക് നാമിക്ക് 2-3 ഗിഫ്റ്റ് ഒക്കെ മേടിക്കണം അല്ലേ? അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ, കുടുംബസമേതമാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോകാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ നമ്മൾ വഴിയെ പറയാട്ടോ. എന്നാടിയെന്ന് എനിക്ക് വേണ്ട ഇന്ന് എന്താ ചെയ്യേണ്ടത്? നീ ഉറങ്ങുമ്പോൾ നിന്നെ സർപ്രൈസ് ചെയ്യണോ? എന്നാ പറഞ്ഞ നീ? ഞാൻ ഉറങ്ങും, നിങ്ങൾ എനിക്ക് സർപ്രൈസ് തരണം. ആണോ? ഓക്കെ. ആമി ഓടി കയറി ആമിക്ക് ഇഷ്ടമുള്ളത് സാധനം എടുത്തു പിടിച്ചോട്ടോ. എടി ആമി, വേറെ എടുക്കാടി, അത് വേണ്ടടി. എനിക്ക് ഇഷ്ടായോ? ഓക്കെ. ഇതേ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പൊ ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു ആമിക്ക് വേണ്ടിയിട്ട്. ആമി, ഇതെങ്ങനെ ഉണ്ട്? നിനക്ക് ഇഷ്ടായോ? നിനക്ക് ഇഷ്ടായോ ഈ വീട്? കേറി നോക്കാൻ പറ്റത്തില്ല, നീ പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടോ? കുഞ്ഞു വീട് മേടിച്ചാലോ? നമുക്ക് ഇങ്ങനത്തെ വീട് മേടിച്ചാലോ? നിനക്ക് ഇഷ്ടമായോ ഇങ്ങനത്തെ വീട്? ഇങ്ങനത്തെ വീട് മേടിച്ചാലുള്ള പ്രശ്നം വെച്ചാൽ സമ്മറിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത സമയങ്ങളിൽ എടുത്തകത്ത് വെക്കേണ്ടി വരും. ഹീറ്ററോ? ഓ, ഇത് കൊള്ളാട്ടോ സംഭവം. അത്രേ ഉള്ളൂ. ചെറിയ പിള്ളേർക്ക് ഒരു 4-5 വയസ്സ് വരെ കളിക്കാം, അതിനുശേഷം പറ്റൂല. ഓക്കെ, നീ ഹാപ്പി ആയോ? ഇനി വേറെ എന്തെങ്കിലും വേണോ? ഇത് പോരെ, ഇത് പെയിന്റ് അടിക്കാനുണ്ട്, പിന്നെ അത് എന്നാ മാജിക് സാൻഡ് ഉണ്ട്. ഓക്കെ, നീ പറയേ. എല്ലാം കുഞ്ഞിന്റെ ആട്ടോ. അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയത് അല്ലേ? നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ ആദ്യമായിട്ട് ഇറങ്ങിയായിരുന്നു. സമ്മർ ഷോപ്പിങ്ങിന് പോയായിരുന്നു. സമ്മർ ഷോപ്പിങ്ങിന് പോയായിരുന്നു അല്ലേ? മറന്നു പോയിട്ടോ എല്ലാം. അല്ലേ ഡാമി, ഇനി തിന്നുന്നേ? എനിക്ക് താടി ഒരെണ്ണം താടി. ഇത് ഞങ്ങള് മറ്റേ TK Maxxന്റെ ഹോം സെൻസിന്ന് മേടിച്ചാണ് കേട്ടോ. ഇത് കണ്ട, ഇത് നമ്മള് പണ്ട് കോസ്കോല് സെയിം ഇത് മേടിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അവിടെ ഇങ്ങനത്തെ ഓരോരോ വെറൈറ്റി ഐറ്റംസ് കിട്ടും. ഇത് നമ്മൾ അവിടുന്ന് കോസ്കോയിൽ മേടിച്ചതുണ്ട്. അത് കഴിഞ്ഞ ശേഷം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു. നല്ലായിരുന്നു. അടുത്ത നമ്മളത് റേഞ്ചിൽ വന്നേക്കോട്ടോ, കുറച്ചധികം സാധനം മേടിക്കാണ്ട് ഇവിടുന്ന് അല്ലേ? അതെ, അധികം എന്താന്ന് എനിക്കറിയില്ല. അത് അതേന്ന് പറഞ്ഞപ്പോ നിന്റെ മുഖത്തെ ഇതാ ഞാൻ ശ്രദ്ധിച്ചു. ആവലാതി എന്താണെന്നുള്ള, എന്താ സംഭവിക്കാൻ പോകുന്നുള്ള ആവലാതിയാ ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ എന്നെ ആവലാതിപ്പെടുത്തി കാണാൻ ഭയങ്കര ഉത്സാഹമാണല്ലേ, ഭയങ്കര രസമാണ്. ഭയങ്കര ഉത്സാഹം. ഒരു ഹരമാണ് അബിക്ക്. വരുന്നില്ലേ? പെണ്ണിറങ്ങി. പെണ്ണിന്റെ ലുക്ക് ഒന്ന് കാണിച്ചെടുത്തേ. പാന്റ് നോക്കിയ ബാഗി പാന്റ് ഇത്തവണ നാട്ടിൽ പോയപ്പോ കിട്ടിയ സ്റ്റൈലാണ്. ആഷി പെങ്ങള് കളിയനെ മേടിച്ചു കൊടുത്തിയാണ്. നാട്ടിൽ ഇത് ഈ സ്റ്റൈലായി ഇപ്പൊ ട്രെൻഡിങ്. ആമി ഒന്ന് സ്റ്റൈലായിട്ട് നിന്ന് കാണിച്ചേടി. ആമി കുട്ടി രസം ഉണ്ടാവില്ലേ? ഒന്ന് സ്റ്റൈലായി നിന്ന് കാണിച്ച്. അതന്നെ അടിയും ഫ്രണ്ടില്. അര ചെറുതായത് കൊണ്ട് ആരുടെ സൈസ് ഒന്നും അരയുടെ സൈസ് വേറെ. സ്റ്റൈലായിട്ട് തന്നെ. അബി അവിടെ ചെടി നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അടുത്ത ചെടി മേടിക്കാനാണോ? അടുത്ത ചെടി മേടിക്കാനാണോന്ന്. ഇത് കൊണ്ടുവന്നാ ഞാൻ എന്നെ ജയിലിൽ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ അല്ല, ഇനി വേണ്ട എങ്ങനെയാണെന്നറിയാവോ? ഫ്ലോറിൽ വെക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഇച്ചിരി വലുതാവുന്ന കൂട്ടണോ വേണ്ട. വീട്ടിലുണ്ട്, അതുണ്ട്. ഇതൊക്കെ ആക്ച്വലി ഔട്ട്ഡോർ അല്ലേ, നമ്മള് പുറത്ത് വെക്കുന്നതല്ലേ? ഇവിടെ വെയിലത്ത്, ഇവിടെ വീടിനകത്ത് വെക്കുന്നത്. നാട്ടിലെ കാലാവസ്ഥക്ക് നാട്ടിൽ പുറത്തിരിക്കുന്നോളൂ. ഇതാണ് നമ്മൾ കഴിഞ്ഞ തവണ മേടിച്ചത്. നമ്മൾ മേടിച്ചത് അതുപോലെ തന്നെ നിപ്പുണ്ട്. വെറൈറ്റി ആയിട്ട് ഇത് കണ്ടോ? അതല്ലേ നമ്മൾ മേടിച്ചിരിക്കുന്നു ഇപ്പൊ, അതിന്റെ വലുത് ആണല്ലേ?
എനിക്ക് തോന്നുന്നു അബി ഇപ്പൊ ഒരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെടികളാണ് നോക്കുന്നത്. ഞാൻ കണ്ടു. ഞങ്ങൾ അടി ഉണ്ടാക്കുന്ന സമയത്ത് അബി എല്ലാം ഓർഡർ ചെയ്യുവേ. അതാകുമ്പോ ഒന്നും ഞാനൊന്നും പറയൂല്ല. അല്ല ഇപ്പൊ നമ്മള് ഇന്നലെ ഇട്ട വീഡിയോയില് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് ചെലവുകളൊന്നും ഇല്ല, ഫുള്ള് പൈസ സേവിങ് ആണ്. അല്ല, പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ പറയുന്നതായിട്ട് ഞാൻ എഗ്രി ചെയ്യുന്നില്ല. കാരണം എനിക്ക് 2300 സാലറി ഉണ്ട്. നമ്മൾ പറയാട്ടോ, ഇപ്പൊ ഞാൻ അതിനകത്ത് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറയാം, നമ്മള് ചെലവുകൾ ഇങ്ങനെയാണ്, മനസ്സിലായോ? ഇപ്പൊ ഇന്ന് ഈ ചെടിയാണെങ്കിൽ നാളെ വേറൊരു സാധനം മേടിക്കും. ഇങ്ങനെ നമ്മള് ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടതിന് പുറകെ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞങ്ങൾ ലൈഫ് വലിയ മടുക്കാതെ മുന്നോട്ട് പോകുന്നത്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് ചെടീനെ കുറിച്ച് സംസാരിക്കാം. അത് ചെടി വേണ്ടേ? ഈ ചെടി വേണ്ടേ? ആമ ഇങ്ങോട്ട് വാ മോനെ. അമ്മ ഇതല്ലേ ഇവിടെ. ഇതിലും എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ നല്ലതാ ബിയാൻക്യൂല് നമ്മൾ കണ്ടായിരുന്നു, ഇൻഡോർ അല്ലേ? ഇൻഡോർ കൂടുതൽ അവിടെ ഉള്ളത്. ഞാൻ അവിടെ വേറൊരു ചെടി കണ്ടായിരുന്നു, അത് ഭയങ്കര നല്ല അടിപൊളി ഇൻഡോറിൽ വെക്കേണ്ട ചെടിയാണ്. പക്ഷെ ഇവിടെ കാണാൻ ഇതെങ്ങനെയുണ്ട് ഈ സ്നേക്ക് പ്ലാന്റ് പോലത്തെ വേറൊരെണ്ണം? വില നോക്കൂ, ഇത്ര വില പറ്റൂല. ആവശ്യത്തിനുള്ള ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, ഒരു ഇൻഡോർ പ്ലാന്റ് ഒരു ഔട്ട്ഡോർ പ്ലാന്റ് മേടിച്ചിട്ടുണ്ട്. യെസ്. കണ്ടില്ല എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പൈസ. ഓരോ ഫാമിലിക്കും ഓരോരോ എക്സ്പെൻസ് ആണ്, ഓരോരോ എക്സ്പീരിയൻസ് ആണെന്നുള്ള കാര്യം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്ന കേട്ടോ. അല്ലേ അമ്മി? അമ്മ എന്ത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ വീട്ടിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചെടി ചട്ടിയിലോട്ട് മാറ്റി നടണം. ഇത് ഞാൻ വേറൊരു സൂത്രം കാണിച്ചു കേട്ടോ. ഒരു അടിപൊളി സംഭവമാണ് ഇത്. നോക്കിയാട്ടെ, ഇതെങ്ങനെയുണ്ട് ഇത് കാണാൻ? ഞാൻ ആക്ച്വലി ഇത് പറിച്ച് കളയാൻ നിന്നാടാ. ഇത് വിരിഞ്ഞിങ്ങ് വന്നപ്പോഴത്തേക്ക് എന്റെ ദൈവം ഇല കാണാനില്ല, അതുപോലെ പൂവല്ലേ, ഭയങ്കര രസമുണ്ട്. ഈ കമ്മൽ ചെടിയൊക്കെ പോലെ നാട്ടിലല്ലേ, ആ ഒരു സെറ്റപ്പ്. അത് കമ്മൽ ചെടി മറ്റേ ഇവിടുത്തെ ഡെയ്സി ഫ്ലവർ ഇല്ലേ, അതെല്ലാം കൂടി കൂടി ചേർന്ന മിക്സഡ് ആയിട്ടുള്ള ലുക്കാണ് അല്ലടി. ഇതേതാ മാല? മിൻസേലത്തെ മാലയാണ്. മിൻസേലത്തെ മാലയല്ല, മിൻസേല് നമ്മൾ നല്ല നല്ല പ്രൊഡക്റ്റ് ഇറക്കുന്ന ഓരോന്നോരോന്ന് ഞാൻ എനിക്ക് വേണ്ടി എടുത്തു വെക്കും. അങ്ങനെ എടുത്തു വെച്ച ഒരു മാലയും ഒരു വളയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു മെയിൻ കണ്ടന്റിലേക്ക് കടക്കാം, അല്ലെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ ഈ ലാസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് UK നിന്ന് ഒരുപാട് പേര് പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് PR കിട്ടിയപ്പോൾ ഒരുപാട് വന്ന കമന്റിനെ കുറിച്ചൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോയ്ക്ക് അകത്ത് വേറൊരു ചങ്ങായി വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പറയുന്നത് മൊത്തം ശരിയല്ല അല്ലേ? ഐ ഡിസഗ്രി വിത്ത് യു. പുള്ളിക്ക് 2300 സാലറി ഉണ്ട്, പുള്ളിയുടെ വൈഫിന് 4000 സാലറി ഉണ്ട്. അവര് കാർ ഒന്നും മേടിച്ചിട്ടില്ല, അവര് ഹോളിഡേസ് ഒന്നും പോകുന്നില്ല. അപ്പൊ എല്ലാം സേവ് ചെയ്യുവാന്ന്. അതായത് ഒരാളുടെ 3000 രൂപ അവർക്ക് ചെലവുണ്ട്, ബാക്കി ഫുൾ മണി അവർ സേവ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മുടെ കാര്യമാണ്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന എത്ര രൂപ എന്നുള്ള കാര്യം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഒരു ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വന്ന ഒരു ഭൂരിഭാഗം ഒരു 80% ആൾക്കാരും നമ്മളെ അതേ ഒരു സെയിം ലൈഫ് സ്റ്റൈലാണ്, നോർമൽ ലൈഫ് സ്റ്റൈൽ. അതായത് ഒരു എന്താ പറയാ മിഡിൽ ക്ലാസ് ഫാമിലീസ് ആണ്. ഏർണിങ്സും എക്സ്പെൻസും എല്ലാം ഒരേപോലെയാണ് വരുന്നത്, ഒരേപോലെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്, അല്ലാണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ഇവിടെ മോശമാണെന്നോ അല്ലെ അങ്ങനെയുള്ള രീതിയിലല്ല പറഞ്ഞത്. അപ്പൊ വേറൊരു കാര്യം, ഞങ്ങൾ ഈ പറയുന്ന കമന്റിന് റിപ്ലൈ എന്ന രീതിയിലല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ അങ്ങനെ കണക്ക് കൂട്ടരുത്. ഇനിയിപ്പോ ഞങ്ങൾ അവർക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പലർക്കും പല ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ അത് ഞങ്ങൾ അതെടുത്ത് ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുള്ളൂ. അല്ല, പിന്നെ പുള്ളി അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഇങ്ങനെ റോങ്ങായി വരുവാണ്. പുള്ളി പിന്നെ ലാസ്റ്റ് ആയി വരുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്, എനിക്ക് വണ്ടി മേടിക്കേണ്ട ആവശ്യം എന്താണ്. അതപ്പോ പുള്ളി ആദ്യം പറഞ്ഞു, നിങ്ങൾ വെറുതെ നിങ്ങളുടെ കാര്യം ജനറലൈസ് ചെയ്ത് പറയണ്ട അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പറയാണ്, പുള്ളി വർക്ക് ഫ്രം ഹോം ആണ്, പുള്ളിക്ക് വണ്ടി മേടിക്കേണ്ട ആവശ്യമില്ലാന്ന്. പുള്ളി ഞാൻ എന്തിനു വണ്ടി വാങ്ങണമെന്നാ പുള്ളി ചോദിക്കുന്നത്? നമുക്കറിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അല്ല, ഇപ്പൊ ഇവിടെ ഉള്ളവരെല്ലാരും തന്നെ ഒന്നെങ്കിലും എല്ലാരും ഈ വർക്ക് ഫ്രം ഹോം ആയിട്ട് ജീവിക്കുന്നവരല്ല. സാധാരണ ഇവിടെ വന്നവരെല്ലാം തന്നെ ഇപ്പൊ സ്കിൽഡ് വർക്ക് വിസയിൽ വന്നവരാണ്, സ്റ്റുഡന്റ് വിസയിലാണെങ്കിലും മിക്കവരും തന്നെ. അതായത് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന മെയിൻ ആപ്ലിക്കന്റ് ഒരാൾ എന്തായാലും സ്കിൽഡ് വർക്കും, മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ കിട്ടുന്ന ജോലിക്ക് പോകുന്ന രീതിയാണ്. അതുപോലെ തന്നെയാണ് ഒരു 60%. ബാക്കിയുള്ള ഒരു 40%, 20% പേരും പിന്നെ വന്ന് അവരുടെ ഫീൽഡിലേക്കൊക്കെ മാറി നല്ലൊരു ജോലിയിലേക്ക് മാറാറുണ്ട്. ഒരു പോയിന്റ് കൂടി ഞാൻ പറയാമേ.
പുള്ളി പറഞ്ഞു നിങ്ങളുടെ ആസ്പെക്ട് ശരിയില്ലാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ ഞങ്ങളുടെ ആസ്പെക്ട് ശരിയില്ല, ഞങ്ങൾ പറഞ്ഞു ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് സ്ട്രെസ്സും അതുപോലെ തന്നെ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ ഫാമിലിയുടെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഫാമിലിയുടെ ടൈം സ്പെൻഡ് ചെയ്യുക, അതുപോലെ ട്രിപ്പ് ഒക്കെ പോകാന്ന്. അപ്പൊ പുള്ളിയുടെ ആസ്പെക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി മേടിക്കാതിരിക്കുക, ഹോളിഡേക്ക് പോകാണ്ടിരിക്കുക, കിട്ടുന്ന പൈസ എല്ലാം സേവ് ചെയ്ത് നിങ്ങൾ ചാവുമ്പോ എല്ലാം കൂടി കുഴിയിലോട്ട് കൊണ്ടുപോകും. നല്ല ശവപ്പെട്ടി മടിക്കാം. അപ്പൊ അതൊക്കെ വിട്. അതല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു എന്തിനാ പിന്നെ വീഡിയോ കാണാൻ വരുന്നത്, കാണണ്ട. എന്നിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ വീഡിയോ ഒന്നും കാണേണ്ട ആവശ്യമില്ല, ഞാൻ ഇതിൽ പോയപ്പോ കണ്ടത്. ഞാൻ എന്തിനു നിങ്ങളെ കാണുന്നത്? എനിക്ക് വലിയ സബ്സ്ക്രൈബ്, ഞാൻ വലിയ തനിമലയാളിയുടെയും ടിയാമയുടെ ഒക്കെ വീഡിയോ കണ്ടോളാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾ അവരുടെ അടിയിലും പോയിട്ട് ഇത് തന്നെ ആയിരിക്കില്ല കമന്റ് ഇടുക, കാരണം തനിമലയാളിയൊക്കെ ട്രിപ്പ് പോകുന്നത് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ അതിന്റെ അടിയിൽ പോയിട്ട് അത് അവിടെ നെതർലൻഡ്സിനുള്ള ഒരു ഇവിടെ ഉള്ള പുള്ളിയല്ലേ അറിയില്ല. അല്ല എന്നിട്ട് ഞാൻ അപ്പൊ പിന്നെ പുള്ളി അതിന്റെ അടിയിലും പോയിട്ട് നിങ്ങൾ ഇതുപോലെ കറങ്ങി നടക്കരുത്, നിങ്ങൾ മണി സേവ് ചെയ്യാൻ പോയി അതിന്റെ അടിയിൽ പോയി കമന്റ് ഇടാം. ഞങ്ങൾ ആക്ച്വലി ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മറ്റേ വീഡിയോക്ക് വന്നിരുന്നല്ലോ, ഞങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താ ജീവിതം മടുത്തു, ഞാൻ പറയട്ടെ, ജീവിതം മടുത്തു എങ്ങനെ എസ്കേപ്പ് ചെയ്യുവാണെന്നുള്ള. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ മണി ചെയ്യാൻ പറ്റുന്നില്ല, അയ്യോ ഞങ്ങൾക്ക് ഇവിടെ പറ്റുന്നില്ലേ എന്നുള്ള രീതിയല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഓക്കെയാണ്, നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പറ്റാത്തപ്പോൾ അതായത് നമ്മൾക്കും ഒരു ഡൗൺ ആയി തോന്നും, നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്, ക്യാമ്പിങ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ല അങ്ങനെ രീതിയിൽ നമ്മൾ പറഞ്ഞത്. നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, നമ്മളെ പോലെ ജീവിതം കടന്നു പോകുന്നവരുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു പുള്ളി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പം എന്താ പറയുക, ഫ്രണ്ട്സ് ഇല്ല, അല്ലെങ്കിൽ മലയാളികളെ കാണുന്നില്ല, എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു ബിസി ലൈഫാണ്. മീൻസ് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഹോളിഡേ പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. അവരുടെ ലൈഫ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ ജസ്റ്റ് ഔട്ടിങ് പോകുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് വർത്താനം പറയുക, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. നാട്ടിലിപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ പപ്പേനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പപ്പയൊക്കെ ഇവിടെ വന്നുള്ള അവസ്ഥ എന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങള് അപ്പൊ ഒരു കാരണവശാലും ഇതിപ്പോ ഞങ്ങൾ പറയുന്ന എന്താ പറയാ, നിങ്ങളുടെ ലൈഫായിട്ട് മാത്രം കണക്കൂട്ടരുത്, എല്ലാവരുടെയും ലൈഫ് വ്യത്യാസമാണ് അല്ലേ? അല്ലേടി? നല്ല സ്ട്രോബെറി കേട്ടാ. നിങ്ങൾ ഇത്തവണ അതെ കുറേ സ്ട്രോബെറി പിടിച്ചിട്ടുണ്ട്. എന്നും രാവിലെ വന്നിട്ട് ഇങ്ങനെ പറിക്കും. ഇതിപ്പോ 3-4 ആമി ഉറങ്ങില്ല. ഇപ്പൊ ആമിയെല്ലാം ഇത് ഉച്ചയാകുമ്പത്തേ വീണ്ടും ഇതുപോലെ മഞ്ഞ കളർ ചുവന്ന കളറാകും. നല്ല മധുരം കേട്ടോ. ഇത് മിന്നു വെള്ളം ഒഴിച്ച് ഇതിപ്പോ ഓവർ വാട്ടർ ആയത്. എന്തിനാ മിന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്നോട്? ഞാൻ ഇതിന് ഇന്ന് വരെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഒരു ചെടിക്ക് പോലും. ഇതെല്ലാം നീ എല്ലാം ചെയ്യുന്ന, അഭി ചെയ്യുന്നതാണ് ഫുള്ള്. എന്നിട്ട് എന്നെ പറയുന്നത് ആക്ച്വലി ചാറ്റ് ജിപിടി ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ എന്നാ വെച്ചാല് ഞങ്ങളുടെ ഗുരു, ഇത് പഴയ ഇലകൾ ഇങ്ങനെ പോകും പോലും, പഴയ ഇല പോയിട്ട് ഇത് കണ്ട, അതിന് വേറെ കുഴപ്പമൊന്നും ഇല്ല, ഇങ്ങനെ തളിര് വരുന്നുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. ഇനി അടിച്ച ഓടെ ചീഞ്ഞിരിക്കുവാണോ തമ്പുരാന് മാത്രം അറിയാം. ചോട് കാണുന്നില്ലല്ലോ. ഇത് ഒരുമാതിരി ഇങ്ങനെ ഉണ്ട്. ഇത് വെച്ച പോലെ തന്നെ ഉണ്ട് കേട്ടോ ഈ ചേമ്പ്. എന്താ ഇത് കണ്ട, ഇതിന് നമ്മുടെ ടാപ്പ് വാട്ടർ അല്ലേ കഴിഞ്ഞ ദിവസം അടിച്ചു കൊടുത്തേ, അതിന്റെ ഇലയില് കണ്ടോ വെള്ള ടാപ്പ് വാട്ടർ. അതേ പറഞ്ഞ മറ്റേ സാധനം മേടിക്കണം.